എന്താണ് ആരാധന? എൻ്റെ സെമിനാരി അധ്യാപകനായ ജെയിംസ് മാത്യു സാർ ആരാധനയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒട്ടനവധി സെലിബ്രിറ്റീസ് ഉണ്ട്. കായിക താരങ്ങളായവരുണ്ട്, അതുപോലെ തന്നെ സിനിമാ താരങ്ങളുണ്ട്, രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട്, ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പദവികൾക്ക്, അവരുടെ ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ച് അവരെ ബഹുമാനിക്കുന്ന, അവരെ ആരാധിക്കുന്ന ഒട്ടനവധി ജനക്കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്ന സഭയിലേക്കോ നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്തേക്കോ നമ്മളേറെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിയായ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അപ്രതീക്ഷിതമായി നമ്മൾ ആയിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനിടയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് നിൽക്കും. നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടാകും, ഒരു ബഹുമാനമുണ്ടാകും, ഒരു അത്ഭുതമുണ്ടാകും. ചിലരുടെ കണ്ണുകൾ നിറയും, ചിലർക്ക് സംസാരിക്കാൻ പറ്റാതെയാകും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തോ ചില വികാരങ്ങൾ തിളച്ചു മറിയും ആ വ്യക്തിയെ കാണുമ്പോൾ. അത് ആ പൊസിഷനോട്, ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ആരാധന മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ, പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൻ്റെ സൃഷ്ടിതാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വലിയ സന്തോഷമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മയിലേക്ക് കടന്നു പോവുകയാണ്, ഞായറാഴ്ച ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ വചനം പറയുന്നത്, 2 പേർ ഐക്യമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പോൾ ഒരു സഭയായി, ഒരു കൂട്ടായ്മയായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ, അത് നാം മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയാം, ചിലപ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തോട്, നമ്മുടെ കണ്ണ് നിറഞ്ഞ ആ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുക. ചിലർ ആ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ ആരാധിക്കും, ചിലർ അവിടെ നിലത്തിരുന്ന് കരയും. അപ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തോട്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തോട് നാം പ്രതികരിക്കുന്ന നമ്മുടെ പ്രതികരണമാണ് ആരാധന എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക. ഈ കാലങ്ങളിൽ ആരാധന എന്ന് പറഞ്ഞ് ഞായറാഴ്ച കടന്നു പോകുമ്പോൾ, മറ്റ് വിശിഷ്ട ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയായിരിക്കുന്നോ, ഏത് സഭയിലേക്ക് കടന്നു പോകുന്നോ, ഏത് കൂട്ടായ്മയിലേക്ക് കടന്നു പോകുന്നോ, അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന നമ്മുടെ പ്രതികരണമാണ് ആരാധന എന്നത്. അതിനായി പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നല്ല ആരാധന ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.